തൃക്കാക്കരയിൽ മത്സരിച്ച ഡോക്ടർ ജോ ജോസഫ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാണ്. ഇപ്പോഴും ഉണ്ട് ആ ചിത്രം ഇങ്ങനെയാണ്. മമ്മൂക്കാറ്റ് വയനാട് ടൗൺഷിപ്പ്, അതിൻ്റെ അടിയിൽ CM വിത്ത് മീ എന്ന് പറയുന്ന ക്യാമ്പയിനുണ്ട്. അതായത് LDF ഇങ്ങനൊരു ക്യാമ്പയിൻ അവിടെ പ്രതീക്ഷിച്ചിരുന്നു. അതിൻ്റെ വ്യക്തമായ റിസൾട്ടാണിത്. ജോ ജോസഫിനെ പോലെ ഒരു രണ്ടാം നിര നേതാക്കൾ എല്ലാവരും തന്നെ ഇത്തരം കാര്യങ്ങൾ അവിടെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് അവരുടെ ലക്ഷ്യം ഇതിൻ്റെ ടൈം ഗ്യാപ്പ് അല്ലെങ്കിൽ ക്രൊണോളജിക്കൽ ഗ്യാപ്പ് എന്ന് പറയുന്നത് മമ്മൂട്ടി അവിടെ എത്തുന്നതും ഈ റഫീഖിനോടുണ്ടാകുന്ന പ്രയാസവും ഇതിൻ്റെ ഇടയിലാണ് കേട്ടോ. അതിനിടയിൽ തന്നെ അവരുടെ പോസ്റ്റർ വന്നു. ആ പോസ്റ്ററിൽ റഫീഖുണ്ട്, റഫീഖിനൊപ്പം മമ്മൂട്ടിയുണ്ട്. മമ്മൂട്ടിയും റഫീഖും മാത്രമാണുള്ളത്. അടിയിൽ CM വിത്ത് മീ എന്ന് പറയുന്ന ക്യാമ്പയിനുമുണ്ട്. അതായത് വളരെ കൃത്യമായി അവർ പ്രതീക്ഷിച്ചത് മമ്മൂട്ടി അവിടേക്ക് എത്തുന്നു എന്ന കാര്യം ആർക്കും അറിയാത്തതൊന്നുമല്ല. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്. സ്വാഭാവികമായും പോലീസിനെ അറിയിച്ചിട്ടുണ്ടാവും. പോലീസ് വഴി അത് അവിടുത്തെ പാർട്ടി ലീഡർഷിപ്പ് അറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അറിയുമ്പോൾ സ്വാഭാവികമായും അവർക്ക് അവരുടെ ഒരു PR അജണ്ടയുടെ ഭാഗമായി അതിനെ മാറ്റണമെന്നുള്ള താല്പര്യമുണ്ടായിട്ടുണ്ട്. ആ താല്പര്യമുണ്ടായതുകൊണ്ടാണ് അവിടെ CPMന്റെ ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ടെത്തി ഇത് നമ്മുടെ പരിപാടിയാണ് എന്ന കണക്കിന് ഇതെല്ലാം നമ്മുടെ പരിപാടിയാണ് കേട്ടോ എന്ന കണക്കിന് അവിടെ ഏതാ പറയുന്നത് അക്സെപ്റ്റബിൾ അല്ലാത്ത രീതിയിൽ അദ്ദേഹം ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ അക്സെപ്റ്റബിൾ അല്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്യുമ്പോൾ ആദ്യത്തെ 1-2 തവണ അദ്ദേഹം അത് പുറത്തു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം കുഴപ്പമില്ല, സാരില്ല, ഈ 2 സൈഡ് കഴിയുമ്പോൾ മാറിക്കോളും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ കംപ്ലീറ്റ്ലി അങ്ങനെ നിൽക്കുമ്പോൾ ഇവരുടെ PR സ്റ്റണ്ടിന് ഇതാണ് ഇവർ ഈ PR ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്തുന്നുണ്ടോ റഫീഖിന്റെ സാന്നിധ്യം എന്നുള്ളതാണ്. മമ്മൂട്ടി എന്തിനാണ് വന്നത്? അവിടുത്തെ വീടുകൾ കാണാൻ, ആ സ്ഥലം കാണാൻ, ആ ടൗൺഷിപ്പ് കാണാൻ, അത് വിലയിരുത്താൻ. ഒരുപക്ഷെ അദ്ദേഹം ഇതിന്റെ ഭാഗവാക്കായിട്ടുണ്ടാകും പല അളവിൽ, നമുക്കറിയില്ല. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നടൻ കൂടിയാണ്. അപ്പോൾ അതിരിക്കട്ടെ. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് റഫീഖ് ഏതെങ്കിലും വിധത്തിൽ മമ്മൂട്ടിയെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് മറുവശത്തുനിന്ന് ഉയരുന്ന ചോദ്യം. ശ്രീജി ചോദിച്ചത് അതാണ്. മമ്മൂട്ടിയെ വഴി തടസ്സപ്പെടുത്തിയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ന്യായം ഉണ്ടെന്നുള്ളതാണ്. അവിടെയാണ് അതിൻ്റെ ഉത്തരം. അതായത് മമ്മൂട്ടി പറഞ്ഞത് എന്നെ തടസ്സപ്പെടുത്തുന്നു എന്നല്ലല്ലോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് കരുതില്ലേ എന്ന് കൃത്യമായി. എന്തുകൊണ്ടാണ് മാറി നിൽക്കാൻ പറയുന്നത്? കടക്ക് പുറത്തൊന്നുമല്ല പറഞ്ഞു കേട്ടോ, മാറി നിൽക്കാമോ എന്നാണ്. ആ മാറി നിൽക്കാമോ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് എന്നത് കൂടി അദ്ദേഹം രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. എന്താണത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് കരുതില്ലേ. കരുതിക്കാനുള്ള കാര്യങ്ങൾ ആ ഗ്യാപ്പിൽ നടന്നു കഴിഞ്ഞത്. അതിൻ്റെ തെളിവില്ല ഞാൻ കാണിച്ചത്. ഡോക്ടർ ജോ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും അവിടെ ഉണ്ട്. അതായത് മമ്മൂട്ടിയിലെ ക്രാന്തദർശി അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഏതാ പറയുന്നത് മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി അപ്പോൾ വർക്കായി. അദ്ദേഹത്തിന് മനസ്സിലായി ഇവന്മാർ ഈ പണി ചെയ്യുന്നു, ഇവന്മാർ ഈ പണിക്ക് വേണ്ടിയാണ് കൂടെ നിൽക്കുന്നത് എന്ന് മമ്മൂട്ടിക്ക് മനസ്സിലായപ്പോൾ നമ്മുടെ വിറ്റാണോ? അത് മനസ്സിലായപ്പോൾ എന്നെ വിറ്റ് അങ്ങനെ പൈസ ഉണ്ടാക്കണ്ട, എന്നെ വിറ്റ് വസൂലാക്കണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചെങ്കിൽ അദ്ദേഹം പറയുന്നതിൽ എന്താണ് തെറ്റ്?